പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദൈവത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു മോശ. ഒരു ജനത്തിനു വേണ്ടി ദൈവം കാത്തു സൂക്ഷിച്ച പ്രതീക്ഷയായിരുന്നു മോശ. എന്നാൽ ആ മോശ ദൈവത്തിൻ്റെ പ്രതീക്ഷയെ തകിടം മറിച്ചു കളഞ്ഞു. അവൻ്റെ കോപത്താൽ ആ പ്രതീക്ഷയെ മുഴുവൻ നശിപ്പിച്ചു. ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അവൻ ഒളിച്ചുപോയി. 40 വർഷം അവൻ ദൈവത്തിൻ്റെ പ്രതീക്ഷകളെ മറന്ന് ജീവിച്ചു. എന്നാൽ ദൈവം 40 വർഷമായിട്ടും അവനുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തിയില്ല. ആ മോശയെ തന്നെ കൊണ്ടുവന്ന് തൻ്റെ പദ്ധതി ദൈവം പൂർത്തിയാക്കി. ആ മോശയെ തന്നെ തിരിച്ച് വീണ്ടും ഈജിപ്തിൽ കൊണ്ടുവന്ന് അവൻ ഭയപ്പെട്ട ഫറവോയുടെ മുമ്പിൽ നിർത്തി ദൈവം തൻ്റെ പദ്ധതി അവനിലൂടെ തന്നെ പൂർത്തിയാക്കി. അവൻ പറഞ്ഞ ഒഴിവുകഴിവുകളെല്ലാം ദൈവം മാറ്റിക്കൊടുത്തു. ഞാൻ വിക്കനാണ്, സംസാരിക്കാൻ പാടവുമില്ല, ഇതെല്ലാം ദൈവം മാറ്റിക്കൊടുത്തു. അവന് ദൈവം ശക്തി കൊടുത്തു. അവന്റെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. വെറും ഒരു ഊന്നുവടി കൊണ്ട് ദൈവം ഒരു ജനത്തെ കാനാൻ ദേശത്തെത്തിച്ചു. മോശയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഊന്നുവടി, ആ ഊന്നുവടി കൊണ്ട് ദൈവം ആ ജനത്തെ 40 വർഷം നയിച്ച് കാനാൻ ദേശത്തെത്തിച്ചു. ദൈവമേ, നിന്റെ വിശ്വസ്തത എത്രയോ വലുതാണ്. ദൈവമേ, നിന്റെ വിശ്വസ്തത, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നിന്റെ വിശ്വസ്തത. ദൈവമേ, നീ എൻ്റെ പാറയാണെന്ന് ഞാൻ ഏറ്റു പറയുകയാണ്. കുലുങ്ങാത്ത പാറ, വളരാത്ത പാറ. ദൈവമേ, ഞാനത് ഏറ്റു പറയുന്നു. കരുണയുടെ കടലേ, പറ്റാത്ത ഉറവയെ, ഞങ്ങളെത്ര നിന്നിൽ നകന്നാലും കർത്താവേ, നീ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് വറ്റിപ്പോകുന്നില്ല. ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് ഈശോ പത്രോസിന് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ടും ആ രാത്രി വെളുക്കുന്നതിന് മുമ്പ് പത്രോസ് ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പുലരാറായപ്പോൾ അവന് സുബോധം ഉണ്ടായി. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കും. ഈശോ പത്രോസിനെ നോക്കി. ഈശോ ദയനീയമായി പത്രോസിനെ നോക്കി. ചോര കട്ട പിടിച്ചുണങ്ങിയ കൺപീരികൾക്കിടയിലൂടെ തല ഉയർത്താൻ പോലും പറ്റാത്ത വിധത്തിൽ തകർക്കപ്പെട്ട കർത്താവ് മുൾക്കിരീടം വെച്ച് ചോര വാർന്ന് മുഖം മുഴുവനും പട്ടാളക്കാരുടെ തുപ്പലൊലിപ്പിച്ച് നിൽക്കുന്ന ഈശോ അതിനിടയിലൂടെ ദയനീയമായി പത്രോസിനെ നോക്കി. പത്രോസ് പുറത്തുപോയി മനം നൊന്തു കരഞ്ഞു. കർത്താവിനെ നോക്കാൻ പത്രോസിന് ഭയമായിരുന്നു. അവിടെ നിൽക്കാൻ പോലും അവന് പറ്റാതായി. എൻ്റെ ഗുരുവിൻ്റെ മുമ്പ് ഞാൻ എങ്ങനെ നിൽക്കും? അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പത്രോസിന് ലജ്ജയായിരുന്നു. കർത്താവേ, നീ ഇത്രമാത്രം സ്നേഹിച്ചവനാണ് ഞാൻ. ഒന്നാമനാക്കി, ശിഷ്യപ്രമുഖനാക്കി, ഒരിടത്തും നീ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. എത്രയോ തവണ നീ എന്നെ മാനിച്ചു. നീ എത്രയോ എനിക്ക് മുന്നറിയിപ്പുകൾ തന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആയില്ലോ. പത്രോസിന്റെ വേദനയായിരുന്നത്. ഇനി ഒരിക്കലും എൻ്റെ ഗുരു, ആ ഗുരുവിനെ ഞാൻ കാണില്ല, ആ ഗുരു എന്നെ കാണില്ല എന്ന് പത്രോസ് കരുതി. പക്ഷെ ഈശോ പത്രോസിനെ തേടി വന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു. കടൽക്കരയിലേക്ക് അവനെ തേടി വന്ന ഈശോ, അവൻ കർത്താവിനെ മറന്ന്
ജീവിതത്തിൻ്റെ മറ്റ് യാഥാർത്ഥ്യങ്ങളിലേക്ക് മനഃപൂർവ്വം ഇറങ്ങിപ്പോയപ്പോഴും അവനായിരിക്കേണ്ട ഇടത്തേക്ക് അവനെ കൊണ്ടുവരാൻ അവനെ തേടി കടൽ തീരത്തേക്ക് പോകുന്നൊരു ഈശോ, അവന് വേണ്ടി അവൻ ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഈശോ, അവൻ വള്ളത്തിൽ നിന്നിറങ്ങുമ്പോൾ വന്ന് പ്രാതൽ കഴിക്കെന്ന് പറഞ്ഞ് അവനെ ക്ഷണിച്ചവന് വിളമ്പിക്കൊടുക്കുന്ന ഈശോ, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആ അരുമശിഷ്യന്റെ കരങ്ങളിലേക്ക് പണ്ട് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന്റെ താക്കോൽ ആ കടൽക്കരയിൽ വെച്ച് കർത്താവ് വെച്ചു കൊടുക്കുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. എൻ്റെ ദൈവം ഒരിക്കലും മടുക്കില്ല നമ്മളെ. എന്നോട് വാഗ്ദാനം ചെയ്തത്, എന്നിലൂടെ നിറവേറ്റുമെന്ന് ദൈവം പറഞ്ഞതെല്ലാം നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ കൊണ്ട് തന്നെ സഭയുടെ ദൗത്യം, സഭയുടെ നേതൃത്വം കർത്താവ് ഏൽപ്പിക്കുകയാണ്. അവനൊരിക്കലും കർത്താവ് മടുത്തില്ല. കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കാം പ്രിയപ്പെട്ടവരെ. കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാം. പത്രോസ് പിന്നീട് ഈശോയോട് ഒന്നേ പറയുന്നുള്ളൂ, ഈശോയെ, നീ എല്ലാം അറിയുന്നുണ്ട്, നിനക്ക് എന്നെ നല്ലപോലെ അറിയാം, എൻ്റെ രീതി, എൻ്റെ സ്വഭാവം, എൻ്റെ വർത്തമാനം, എൻ്റെ പ്രവൃത്തി, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം അറിയാം. കർത്താവേ, ഒപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നല്ലോ. ഈശോ വീണ്ടും 3 പ്രാവശ്യം അവനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോടാ, നീ എന്നെ സ്നേഹിക്കുന്നോടാ, നീ എന്നെ സ്നേഹിക്കുന്നോടാ. പ്രിയപ്പെട്ടവരെ, എല്ലാ കുറവുകൾക്കും അപ്പുറം ദിവ്യകാരുണീശോ നമ്മളോട് ഈ സമയം ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ മടുക്കാതെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിന്നെ മടുത്തിട്ടില്ല, നീ എന്നെ മടുക്കാതെ സ്നേഹിക്കുന്നോ? കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിയൊന്ന് പറഞ്ഞേ എല്ലാവരും, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തിലൊന്ന് പറഞ്ഞേ, സ്നേഹത്തോടൊന്ന് പറഞ്ഞേ. സങ്കടങ്ങളും മോഹഭംഗങ്ങളും നിരാശയൊക്കെ മനസ്സിൽ വരുമ്പോഴും അതിന് നടുക്ക് നിന്ന് ഈശോയോട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആദോവയും പറഞ്ഞില്ലേ, ജീവിതം മുഴുവൻ വേദന നിറഞ്ഞതായി പറുദീസയിൽ നിന്ന് തള്ളപ്പെട്ടവരാണവർ. കണ്ണുനീരിൻ്റെയും അധ്വാനത്തിൻ്റെയും വേദനയുടെയും മുൾപ്പടർപ്പിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ ആ നടുക്ക് ജീവിക്കുന്ന ആദ്യ മനുഷ്യൻ. അതിൻ്റെ ഇടയിൽ വലിയ വേദനയായി പ്രിയപ്പെട്ട മകനെയും നഷ്ടപ്പെട്ടു. പക്ഷേ അവരപ്പോഴും ദൈവത്തെ നോക്കി പറഞ്ഞു, സേത്ത്, ദൈവം എനിക്ക് തരും, ദൈവം എനിക്ക് മതിയായവൻ, ദൈവം എനിക്ക് പകരം തരും. ദൈവത്തിൽ അപ്പോഴും പ്രത്യാശ വയ്ക്കുന്ന ആദ്യ മാതാപിതാക്കൾ. ദൈവം നമ്മളിൽ പ്രത്യാശ വെച്ച പോലെ നമുക്കും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. മനസ്സും മടുക്കാതെ, ജീവിതം മടുക്കാതെ, ജീവിതം സമ്മാനിച്ചവരെ മടുക്കാതെ നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങൾക്ക് നിന്റെ പ്രത്യാശ തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനമായ ദൈവീക പുണ്യമായ ആ പ്രത്യാശയെ ഞങ്ങൾക്ക് തരണേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതാണ് 3 ദൈവീക പുണ്യങ്ങൾ. ആ വലിയ പ്രത്യാശ അത് ഞങ്ങൾക്ക് തരണേ. നമുക്ക് ഈ പ്രത്യാശയുടെ വർഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. നമുക്ക് പ്രത്യാശ തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണ്. പത്രോസിനെ ആ കടൽക്കരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മാളിക മുറിയിൽ കയറ്റിയതും അവിടെ പ്രാർത്ഥിക്കാൻ അവനെ താല്പര്യമുള്ളതാക്കി മാറ്റിയതും അവനെ ശക്തിപ്പെടുത്തി ആ പെന്തക്കോസ്താ നാളിൽ വലിയ പ്രഘോഷകനാക്കി മാറ്റിയതും അങ്ങ് റോമാക്കുന്നിൽ തലകീഴായി കുരിശിൽ മരിക്കാൻ, ഗുരുവിനെ പോലെ അതേ കുരിശിലും മരിക്കാൻ അവനെ ശക്തിപ്പെടുത്തിയതും പരിശുദ്ധാത്മാവാണ്. ഈ സമയം നമുക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളിലേക്ക് നിന്റെ വരൂപി അയക്കണമേ. പത്രോസിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് നീ ശക്തിയായിട്ട് ഇറങ്ങി വരണേ. നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈകളടിച്ച് പാടിക്കേ. ശക്തമായി പരിശുദ്ധാത്മാവിനെ തരണേ എന്ന് പ്രാർത്ഥിച്ച്, വലിയ പ്രത്യാശയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കാം.
തീ സ്വർഗീയ തീ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ ഞാനായി യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ ഉയർത്തി ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞീടാം ഞാൻ നിന്റെ വേലയെ തികച്ചിടാം നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ ചേർന്ന് അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ ഉയർത്തി കൊടുക്കണമേ പ്രത്യാശ കൊടുക്കണമേ കുടുംബ ബന്ധങ്ങളിൽ പ്രത്യാശ കൊടുക്കണമേ മനുഷ്യ ഹൃദയങ്ങളിൽ പ്രത്യാശ കൊടുക്കണമേ നിരാശയെ പ്രത്യാശ കൊടുക്കണമേ പരിശുദ്ധാത്മാവേ പ്രത്യാശ കൊടുക്കണമേ പ്രതീക്ഷ കൊടുക്കണമേ പ്രതീക്ഷ കൊടുക്കണമേ പ്രതീക്ഷ കൊടുക്കണേ പ്രതീക്ഷ നിറയട്ടെ പ്രതീക്ഷ നിറയട്ടെ എല്ലാവരുടെയും തമ്പുരാനെ നിന്റെ പ്രത്യാശ നിന്റെ പ്രതീക്ഷ നിന്റെ പ്രത്യാശ നിന്റെ പ്രത്യാശ നിന്റെ പ്രത്യാശ നിന്റെ പ്രത്യാശ ഇരു കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം തിരുസന്നിധിയിലുണ്ട്. ആ നിയോഗങ്ങളിലേക്കെല്ലാം അഗ്നിയായി ഇറങ്ങണേ എന്ന് പ്രാർത്ഥിച്ചേ. അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. കർത്താവേ, നിയോഗങ്ങളെല്ലാം നിന്റെ മനസ്സിലുണ്ടല്ലോ, നീ അതെല്ലാം കണ്ടിട്ടുണ്ട്, നിനക്കതെല്ലാം അറിയാം. കർത്താവേ, അത് സമയത്തിൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിക്കണേ, വെളിപ്പെടുത്തണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. എല്ലാവരും ചേർന്ന് വീഴും നള്ളുന്നു രാജാ വീഴും നള്ളുന്നു നാഗലോകനാഥനീശോ വീഴും നള്ളുന്നു